കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രീ സീസൺ മത്സരം പട്ടായ യുണൈറ്റഡ് എഫ്സിക്കെതിരെ. പട്ടായ യുണൈറ്റഡ് എന്ന് പറയുമ്പോൾ പട്ടായ ഡോൾഫിൻ യുണൈറ്റഡ് എഫ് സി എന്ന് പറയുന്ന അവിടുത്തെ തായ്ലൻഡിലെ സെക്കൻഡ് ഡിവിഷൻ ടീമിനെതിരെയാണ് നടക്കുന്നത്. ടീമിന്റെ സ്ട്രെങ്ത് എബിലിറ്റി ഒക്കെ നോക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിനടുത്ത് പഞ്ഞിക്കിട്ട് വിടാൻ പറ്റുന്ന ടൈപ്പാണ് മാർക്കറ്റ് വാല്യൂ വെച്ച് നോക്കുമ്പം. പക്ഷേ താരങ്ങളുടെ എബിലിറ്റി ഉണ്ടല്ലോ, ടെക്നിക്കൽ എബിലിറ്റി വെച്ച് നോക്കുമ്പോൾ ബ്ലാസ്റ്റേഴ്സ് താരങ്ങളോട് കിടപിടിച്ച് നിൽക്കുക. അവർ മാർക്കറ്റ് വാല്യൂ കുറവാണെങ്കിൽ പോലും ടെക്നിക്കൽ എബിലിറ്റിയിൽ ബ്ലാസ്റ്റേഴ്സ് താരങ്ങളോട് കിടപിടിച്ച് നിൽക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലേയേഴ്സ് ഉള്ള ക്ലബ്ബ് തന്നെയാണ് ഈ പട്ടായ യുണൈറ്റഡ് എഫ് സി. അപ്പം മത്സരം തത്സമയം കാണാനുള്ള ഓപ്ഷൻ ഇല്ല. എന്നെ ഏറ്റവും നിരാശപ്പെടുന്ന സാധനം, സ്കോർ ലൈൻ പോലും പ്രോപ്പർ അപ്ഡേറ്റ് ഉണ്ടായിരിക്കില്ല. മത്സരത്തിന് ശേഷം ഒരു പോസ്റ്റ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ, സ്കോർ ലൈനും പിന്നെ സ്കോറേഴ്സും ആരൊക്കെയാണെന്ന്. തോന്നി എന്തെങ്കിലും കിട്ടിയാലായി. ഇപ്പം ഇത്തരത്തിലൊരു കോൺഫിഡൻഷ്യാലിറ്റി വെച്ച് വെക്കുന്നത് കൊണ്ട് തന്നെ ഒരുപക്ഷെ മത്സരം ഒരു ക്ലോസ് ഡോർ മാച്ച് ആയിരിക്കാനാണ് സാധ്യത. ഇൻ കേസ് ആർക്കെങ്കിലും ദയവ് തോന്നി എന്തെങ്കിലും അപ്ഡേറ്റ് കൊണ്ടുവന്നാലേ ഉള്ളൂ. ആസ് ഇഫ് നൗ ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരം സ്ട്രീമിങ്ങോ ടെലികാസ്റ്റിങ്ങോ ഒന്നുമില്ല.